നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകരെയും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2025 എന്ന പുതുവർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാനിടയുള്ള അനുഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിൽ കാർത്തിക നക്ഷത്രക്കാരുടെ അടുത്ത ഒരു വർഷത്തെ ഫലം, അതായത് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലെ ഫലം ചുരുക്കമായിട്ട് പ്രതിപാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഗ്രഹമാറ്റങ്ങൾ ഈ വർഷത്തെ നോക്കുമ്പോൾ വർഷാരംഭത്തിൽ ശനി കുംഭൻ രാശിയിലും വ്യാഴം ഇടവൻ രാശിയിലുമാണ്. അതുപോലെ രാഹു കേതുക്കൾ, രാഹു മീനം രാശിയിലും കേതു കന്നി രാശിയിലുമൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ 4 ഗ്രഹങ്ങളും ഈ വർഷം സ്ഥാനം മാറുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങളും മാറുന്നുണ്ട്. ഈ പറഞ്ഞ 4 ഗ്രഹങ്ങളും ഓരോ രാശിയിലും കൂടുതൽ കാലം നിലനിൽക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രത്യേകത. 2025 മാർച്ച് 29 ശനി മീനം രാശിയിലേക്ക് കടക്കുന്നു. ഈ വർഷം മെയ് മാസം 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനത്തിലേക്ക് കടക്കുന്നു. മെയ് 18 രാഹു പുറകോട്ട് നീങ്ങി കുംഭൻ രാശിയിലേക്കും കേതു കന്നിയിൽ നിന്ന് പുറകോട്ട് നീങ്ങി ചിങ്ങൻ രാശിയിലേക്കും ട്രാൻസിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ രാഹുവും കേതുവും ഗ്രഹങ്ങളല്ല എങ്കിലും ഈ രാഹു കേതുക്കൾ നമ്മുടെ മനുഷ്യജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ചിന്താഗതി, നമ്മുടെ ഞരമ്പുകൾ, ബ്രെയിന്, ഇതിനെല്ലാം ബാധിക്കുന്ന ചില എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവയുടെ രാശിമാറ്റവും വളരെയേറെ പ്രത്യേകതയുള്ളതാണ്. ആളുകളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം ഉണ്ടാകും രാഹു കേതുക്കൾ മാറുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് ഗ്രഹമാറ്റങ്ങൾ. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ പ്രത്യേക ഫലങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഈ കാർത്തിക നക്ഷത്രക്കാർ വളരെ സാമർഥ്യമുള്ള നക്ഷത്രക്കാരാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതകളുള്ള പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ സാധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള കഴിവുണ്ട്. ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കും. ഒരല്പം മൂർഖത്വമൊക്കെ കാണിക്കും ചിലപ്പം, അമിത ദേഷ്യം, മുൻകോപമൊക്കെ ചില സമയത്ത് വരുമെങ്കിലും പൊതുവേ നോക്കുമ്പോൾ അവർക്ക് സമൂഹത്തിൽ തിളങ്ങി നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ഉള്ളത്. അവരുടെ നക്ഷത്ര ദശാനാഥൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ സ്വഭാവം പോലെ തന്നെ വരും. അഗ്നിയാണല്ലോ ദേവൻ എന്ന് പറഞ്ഞാൽ തീ പിടിക്കുന്ന പോലത്തെ ഒരു സ്വഭാവമുണ്ട്. അതേസമയത്ത് തീ നമുക്ക് എല്ലാത്തിലും ആവശ്യവുമാണ്. ഇതുപോലെയാണ് മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷാരംഭത്തിൽ ശനി 11 നിൽക്കുന്നതും വ്യാഴം 2ാം ഭാവത്തിൽ നിൽക്കുന്നതും വളരെ ഗുണകരമാണ്. കാർത്തിക 2 കൂറിലായിട്ടാണ് വരുന്നത്. കൂറെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജന്മക്കൂറെന്ന് പറയുന്നത് ജനന സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശിയാണ് ഈ ജന്മക്കൂറെന്ന് പറയുന്നത്. അപ്പം ചില കാർത്തിക നക്ഷത്രക്കാർ ആദ്യത്തെ 15 നാഴികയ്ക്കുള്ളിലാണ് ജനിച്ചതെങ്കിൽ, കാർത്തിക നക്ഷത്രം തുടങ്ങി 15 നാഴികയ്ക്കുള്ളിലാണ് ജനിച്ചതെങ്കിൽ അവർ മേടക്കൂറിലാണ് വരുന്നത്. 15 നാഴികയ്ക്ക് ശേഷം ബാക്കി 3/4 ഭാഗത്താണ് ജനിച്ചതെങ്കിൽ അവർ ഇടവക്കൂറിലാണ് വരുന്നത്. അതിൽ മേടക്കൂറുകാർക്ക് ഈ വർഷാരംഭത്തിൽ ശനി 11ലും വ്യാഴം ഇടവത്തിലുമായതുകൊണ്ട്, അതായത് 2ലുമായതുകൊണ്ട് അവർക്ക് ധനഭാവത്തിന് വളരെയേറെ ഗുണമുണ്ടാകും. കുറേ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. കൃഷി വ്യാപാരമൊക്കെ ഗുണകരമാകും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും. അതുപോലെ തന്നെ വിവാഹമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. കലാപരമായ കാര്യങ്ങളിൽ ഗുണമുണ്ടാകും. ജോലി ലഭിക്കാനുള്ള സാധ്യത, ധനപരമായ വളർച്ച, ഇതൊക്കെ ഉണ്ടാകും. മാർച്ച് അവസാനമാകുമ്പം ശനി മീനൻ രാശിയിലേക്ക് വരുന്നതുകൊണ്ട് അവർക്ക് 7.5 ശനിക്കാലം ആരംഭിക്കും. മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക്. മെയ് മാസത്തിൽ വ്യാഴം 3ാം ഭാവത്തിലേക്ക് പോകുന്നതുകൊണ്ട് ദൈവാധീനം കുറയുകയും ചെയ്യും. രാഹു മാറ്റം അവർക്ക് ഗുണകരമാണ്. കേതു 5ലേക്ക് വരുന്നത് ഒരല്പം ദോഷകരവുമാണ്. അപ്പോൾ ഈ ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും, മെയ് ജൂൺ മാസം ആകുമ്പം വലിയ മുതൽ മുടക്കുള്ള കാര്യമൊന്നും അവർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ജോലിയിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകുന്ന രീതിയിൽ നല്ലപോലെ ആലോചിച്ചിട്ട് മാത്രമേ ജോലി മാറാവുള്ളൂ, ഇല്ലെങ്കിൽ അബദ്ധം സംഭവിക്കും. അതാണ് മേടക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാരുടെ ഫലം. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വ്യത്യസ്തമാണ്. ഇടവക്കൂറുകാർക്ക് വർഷത്തിൻ്റെ 2ാമത്തെ പകുതിയാണ് കൂടുതൽ മെച്ചം, ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക്. അതിൻ്റെ കാര്യം എന്താണ്? ശനി മീനൻ രാശിയിലേക്ക് കടക്കുമ്പോൾ അവർക്ക് 11ൽ ശനിയാവും. അപ്പോൾ അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ, കാർഷിക നേട്ടങ്ങൾ, വ്യാപാരത്തിൽ ബ്രോക്കർ ആയിട്ട് നിൽക്കുന്നതിലൂടെ ഏജൻസി, കമ്മീഷൻ ഇടപാടുകളിലൊക്കെ അവർക്ക് ലാഭം കിട്ടുന്നതാണ്. അതുപോലെ വ്യാഴം ഇടവത്തിൽ നിന്ന് മിഥുനത്തിലേക്ക് മാറുമ്പോഴത്തേക്കും 2ാം ഭാവത്തിൽ, ധനഭാവത്തിലേക്ക് വ്യാഴം നീങ്ങുന്നതിൻ്റെ ഗുണവും അവർക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ പൊതുവേ കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യം നോക്കുമ്പം ഈ വർഷം സാമ്പത്തിക കാര്യങ്ങളിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാർത്തിക മേടക്കൂറുകാർക്ക് വർഷാരംഭത്തിൽ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ.
അതുപോലെ തന്നെ വർഷത്തിൻ്റെ മധ്യത്തിന് ശേഷമാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികക്കാർക്ക് ഗുണമുണ്ടാകുന്നത്. പക്ഷേ ധനച്ചെലവ് ഈ രണ്ട് കൂറുകളിലും പെട്ടവർക്കുണ്ടാകും. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ നോക്കുമ്പോൾ ധനച്ചെലവ് അല്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും കുറച്ച് പണം സേവ് ചെയ്ത് വെക്കാനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. വർഷാരംഭത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാകാം. രക്തസമ്മർദ്ദം, അതായത് BP ഉള്ളവർക്ക്, ഡയബറ്റീസ് ഉള്ളവർക്ക്, ഇവർക്കൊക്കെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. വലിയ സീരിയസ് ആകണമെന്നില്ല, എങ്കിലും അസ്വസ്ഥതകൾ, ശാരീരികമായ അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ്, ക്ഷീണം, തളർച്ച, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാം. പ്രത്യേകിച്ച് കാരണമൊന്നും കാണുകയുമില്ല പുറമേ നോക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ ഉടനെ തന്നെ നല്ലൊരു ചികിത്സ തേടുന്നത് നന്നായിരിക്കും. ഉറക്കം പൂർത്തിയാകാത്ത രീതിയിലൊക്കെ തോന്നും. ദാമ്പത്യം പൊതുവെ സന്തോഷകരമായിരിക്കും. പിന്നെ ശനി മാറുന്ന സമയത്തും വ്യാഴം മാറുന്ന സമയത്തും നല്ലൊരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വാഹനം ഓടിക്കുമ്പോഴും ആയുധങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോഴും യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ ഈ സമയം സൂക്ഷിക്കണം. അതായത് മാർച്ച് അവസാനമാണ് ശനി മാറുന്നത്. അതുപോലെ തന്നെ മെയ് പകുതിയോടുകൂടിയാണ് വ്യാഴം മാറുന്നത്. ഈ രണ്ട് സമയത്തും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ രാഹുകേതുക്കൾ മാറുന്ന സമയമുണ്ടല്ലോ, മെയ് 18, ആ ഒരു സമയത്ത്, ആ ഒരു മാസം, മെയ് മാസം മുഴുവൻ നമുക്ക് പറയാം. ആ സമയത്ത് ഈ രാഹുകേതുക്കൾ മാറുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ശ്രദ്ധയുണ്ടായിരിക്കണം. രാഹു വാക്കുകളിൽ വിഷം നിറയ്ക്കുന്ന ഒരു ഗ്രഹമാണ്. വേറെ പല ഗുണങ്ങളുമുണ്ട്. ചില ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ തരും രാഹു. എങ്കിലും മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന ഒരു സ്വഭാവം ചൊവ്വയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ രാഹുവിനുമുണ്ട്. അതുപോലെ കേതുവിന് ചില തമ്മിലടിപ്പീര്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ കേതുവിനും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരം സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മളറിയാതെ തന്നെ ഒരു ദ്രോഹമായി പോവും പല സംസാരങ്ങളും. പിന്നെ നമ്മൾ പൊതു അനുഭവം നോക്കുമ്പോൾ കാർത്തികക്കാർക്ക് കരിയറിൽ അനുകൂലമായ മാറ്റത്തിന് തുടക്കമിടാൻ ഈ വർഷം സാധിക്കുന്നതാണ്. ജോലിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെടും. പ്രൊമോഷൻ കിട്ടുകയോ ശമ്പള വർധനവ് കിട്ടുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു നല്ല കമ്പനിയിലേക്ക്, സ്വകാര്യ മേഖലയിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പുതിയൊരു നല്ല കമ്പനിയിലേക്ക് ജോലി മാറ്റം കിട്ടാം. സർക്കാർ ജോലിയൊക്കെ ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർക്കാണെങ്കിൽ അവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ അരിയറായിട്ട് കിട്ടാനുള്ള തുകയൊക്കെ കിട്ടുന്നതാണ്. പിന്നെ വർഷമധ്യം വരെ പറയുകയാണെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് വേണ്ടത്ര പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളൊരു മനപ്രയാസം പലപ്പോഴും തോന്നും. അത് വേണോ, നമ്മളിത്രയും ജോലി ചെയ്തിട്ട് ഒരു പരിഗണന കിട്ടുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു മനപ്രയാസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ക്രമേണ ആ തോന്നൽ മാറിയിട്ട് ശരിയാകും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിക്കണം. പൈസ കിട്ടിയാലും അത് അതിൻ്റെ ഒരു ഭാഗം സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മുഴുവൻ ചിലവായി പോവും. പല പല ആവശ്യങ്ങൾ വന്നു ചേരും. ഏകദേശം മെയ് ജൂൺ വരെ മേടക്കൂറുകാർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ വളർച്ച ഉണ്ടാകും. പല ലക്ഷ്യങ്ങളും സാധിക്കും. വാഹനം, വീട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടക്കമിടാനായിട്ട് സാധിക്കും. വാഹനമൊക്കെയാണ് വാങ്ങിക്കാൻ സാധിക്കും. ശത്രുക്കളുടെ മേൽ വിജയം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ 7.5 ശനി തുടങ്ങുന്ന സമയത്ത് നല്ല ഒരു കരുതൽ വേണം. ഇടവക്കൂറുകാർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ക്ഷമാപൂർവമായിട്ട് കാത്തിരിക്കേണ്ടി വരും. അവർക്ക് ഗുണഫലം കൂടുതൽ കിട്ടും വർഷമധ്യത്തിന് ശേഷം. അവർക്കും വസ്തുവും വീടും ഒക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇടവക്കൂറുകാർക്ക് പ്രണയത്തിൽ ആഹ്ലാദിക്കാനായിട്ട് സാധിക്കും. എന്താ കാര്യം? ഇടവക്കൂറിൻ്റെ രാശിനാഥൻ എന്ന് പറയുന്നത് ശുക്രനാണ്. ശുക്രൻ ഈ വർഷം ഉച്ചത്തിലെത്തുന്ന ഒരു സമയവുമാണ്. അപ്പോൾ അത് അവർക്ക് പ്രണയ കാര്യങ്ങളിൽ ആ സമയത്ത് വലിയ ഗുണം ഉണ്ടാവും. വർഷാരംഭത്തിൽ ശുക്രൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത്. ദാമ്പത്യത്തിൽ സന്തോഷം ഉണ്ടാകും. കടബാധ്യതകൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ബുധ-ശുക്രയോഗം വരുമ്പോഴും ആദിത്യ-ശുക്രയോഗം വരുന്ന സമയത്തും കടബാധ്യതകൾ നല്ലൊരു പരിധിവരെ അവർക്ക് പരിഹരിച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. പ്രസംഗം തുടങ്ങിയ കാര്യങ്ങൾ, അധ്യാപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് ജോലി തിളങ്ങാനായിട്ട് സാധിക്കുന്നതുമാണ്. ബിസിനസ്സിലും സാമാന്യം നല്ല ഒരു വർഷമാണ് കടന്നു പോകുന്നത്. മേടക്കൂറുകാരേക്കാൾ ബിസിനസ്സിൽ മെച്ചം ഇടവക്കൂറിൽ പെടുന്നവർക്കാണ് എന്നുള്ളതും പ്രത്യേകം പറയാവുന്നതാണ്. അതുകൊണ്ട് മേടക്കൂറുകാർ പരമാവധി നേട്ടം വർഷത്തിൻ്റെ മധ്യഭാഗം വരെ, ആദ്യം മുതൽ മധ്യഭാഗം വരെ ഉണ്ടാക്കുക. ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മെയ് മാസത്തിന് ശേഷം നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ധനപരമായ കാര്യങ്ങളിൽ ചുരുക്കമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇവർ ചെയ്യേണ്ട, കാർത്തിക നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാടുകളെപ്പറ്റി കൂടെ ഒന്ന് നോക്കാം.
ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വാദശ, വ്യാഴദശ, ശനിദശ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെയൊക്കെ അപഹാരമൊക്കെയാണ് ഇപ്പം നടക്കുന്നതെങ്കിൽ അവർ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ ഒരു മാർഗം. അതോടൊപ്പം തന്നെ സൂര്യൻ്റെ അതിദേവതയായ മഹാദേവനെ, ശിവനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഞായറാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം ചെയ്യുന്നത് നല്ലതാണ്. കാർത്തികയും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുന്നതും നല്ലതാണ്. ആരോഗ്യം അനുവദിക്കുമെങ്കിൽ വ്രതമെടുക്കുക. അതുപോലെ പക്കപ്പിറന്നാൾ തോറും ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും അർച്ചന തുടങ്ങിയവ സമർപ്പിക്കുന്നതൊക്കെ രോഗ സാധ്യതകൾ ഇല്ലാതെയാക്കും. രോഗബാധയൊക്കെ ഉള്ളവർ, നേരത്തെ പറഞ്ഞല്ലോ, BP വർദ്ധിക്കുക, ഡയബറ്റിസ് വർദ്ധിക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ മഹാദേവനൊരു വഴിപാട് ഈ സമയത്ത് കൊടുക്കുക. അതിൻ്റെ ഗുണം ഉണ്ടാകും. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ കാർത്തിക, ഉത്രം, ഉത്രാടം, അതായത് ജന്മനക്ഷത്രത്തിലും അനുജന്മ നക്ഷത്രത്തിലും ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. ആദിത്യഹൃദയം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ആദിത്യഹൃദയം എല്ലാ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. മനസ്സിനും ശരീരത്തിനും ഉന്മേഷം കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർഷം പൊതുവേ കാർത്തിക നക്ഷത്രക്കാർക്ക് വലിയ ദോഷകരമായ കാര്യങ്ങളില്ല. ആരോഗ്യം ശ്രദ്ധിക്കുക, ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഇതാണ് ചുരുക്കം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും അയൽക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സന്താനങ്ങൾക്കും ജീവിത പങ്കാളികൾക്കുമൊക്കെ നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.